ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. സെയിൻറ്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുറപ്പാട് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ദുബായ് സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലെ വേർഡ് മിനിസ്ട്രിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ്. UAE തന്നെ നവീകരണ പ്രസ്ഥാനം 8 മിനിസ്ട്രികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് വേർഡ് മിനിസ്ട്രി. വേർഡ് മിനിസ്ട്രിയുടെ എല്ലാ അംഗങ്ങളെയും ഷാലോം TVയുടെ പുറപ്പാടിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബിന്ദു ജോഷി. കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഞാനൊരു അധ്യാപികയായി ജോലി ചെയ്യുന്നു. നാട്ടിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പുത്തൻകുരട്ടി ഇടവകക്കാരിയാണ്. പപ്പായ, മമ്മി, പിന്നെ 2 സഹോദരങ്ങൾ. അനിയത്തിയും കുടുംബവും അമേരിക്കയിലാണ്. ആങ്ങളെയും കുടുംബവും ദുബായിൽ. അതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ ജീവിത പങ്കാളി ജോഷിയും കരിസ്മാറ്റിക്കിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് മക്കളില്ല. എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക്, ഇപ്പോൾ ഈ പ്രവാസ ജീവിതത്തിലും ആഴത്തിൽ ദൈവവിശ്വാസവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിനിസ്ട്രിയിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു ഊർജ്ജം എവിടെ നിന്നാണ് ലഭിച്ചത്? അത് തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് മാതാപിതാക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ആ ഒരു വിശ്വാസത്തിൻ്റെ തിരുനാളമാണ് ഇപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതൽ എന്നും പള്ളിയിൽ പോകുന്ന ഒരമ്മയുടെ മകളായിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പപ്പായ്ക്ക് മാത്രമേ ജോലിയുള്ളായിരുന്നു. അപ്പം മമ്മിയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ട് അതിനെ തരണം ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജീവിച്ച് വളർന്നത്. പിന്നെ വല്യമ്മച്ചിയാണെങ്കിലും രാവിലെ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത് കണ്ട് വളർന്നു. പിന്നെ പപ്പായാണെങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പപ്പായുടെ എല്ലാ സഹോദരങ്ങളെയും പപ്പ എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർത്ത് പിടിച്ചിരുന്നു. അപ്പം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണെന്നുള്ള വചനത്തെ സ്ഥിരീകരിക്കുന്ന ഒരു ജീവിതം ആണ് എനിക്ക് ചെറുപ്പകാലത്ത് ലഭിച്ചത്. ആ തിരുനാളമാണ് ഇന്നും ജീവിതത്തിൽ കത്തിക്കാൻ കർത്താവ് കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു ഊർജ്ജം അത് തീർച്ചയായിട്ടും ആ ഒരു ശൈശവത്തിൽ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാലത്തിൽ കൗമാരപ്രായത്തിലൊക്കെ കിട്ടിയ ഒരു ആർജവം കൊണ്ടാണ് ഇന്ന് ഓടുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. അതിലൂടെ കർത്താവ് കൂടുതൽ പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് കർത്താവ് എടുത്ത് പ്രവർത്തിച്ച് അവിടുത്തെ ഉപകരണമാക്കി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. മാതാപിതാക്കന്മാരുടെ എത്ര വലിയ പങ്കാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ആഴപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ എല്ലാ മാതാപിതാക്കന്മാരും കണ്ട് പഠിക്കേണ്ടതും അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ടതും ഒരു കാര്യം ഇത് തന്നെയായിരിക്കണം. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ജീവിതമാണ് ശരിക്കും കുട്ടികളുടെ ബൈബിൾ എന്ന് പറയുന്നത്. അവരെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഊർജ്ജമാകുന്നത്. അടുത്ത ആളിലേക്ക് ഞാൻ വരികയാണ്. പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ടോം തോമസ്. ജീവിത പങ്കാളി 3 മക്കളുമായിട്ട് കഴിഞ്ഞ 28 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്നു. നാട്ടിൽ ഞാൻ താമരശ്ശേരി രൂപത പരിയാപുരം ഇടവകയിലാണ്. എൻ്റെ മാതാപിതാക്കൾ മാമച്ചൻ ആൻഡ് മറിയക്കുട്ടി, കടുപ്പിൽ വീട്, ഞങ്ങൾ താമരശ്ശേരി രൂപത. സഹോദരങ്ങളൊക്കെ? എനിക്ക് 5 സഹോദരങ്ങളാണുള്ളത്. എൻ്റെ അനിയൻ മസ്കറ്റിൽ, പിന്നെ 3 സഹോദരിമാർ അവർ നാട്ടിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ടോം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും, അതായത് പള്ളിയിലാണെങ്കിലും കരിസ്മാറ്റിക് നവീകരണത്തിലൊക്കെ ആണെങ്കിലും വളരെ മുൻപിലാണ് ടോം. എല്ലാ കാര്യത്തിലും എപ്പോഴും ടോമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടോമിന് ഈ പ്രവാസ കാലത്തിൽ ഇത്രയും ഊർജ്ജത്തോടുകൂടി 28 വർഷമായി എന്ന് പറയുന്നു, അപ്പോൾ ഇവിടെ പ്രവാസ ജീവിതത്തിലായിട്ട്, അപ്പോൾ എങ്ങനെ ഈ ഊർജ്ജം ലഭിക്കുന്നു? അത് ഇപ്പോൾ തുടങ്ങിയതല്ല, ആക്ച്വലി ഇവിടെ വന്നിട്ട് തുടങ്ങിയതുമല്ല. നമ്മൾ ചെറുപ്പം മുതലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് തുടങ്ങിയതാണ്. അൾത്താര ബാലനായിട്ട്, പിന്നെ മിഷൻ ലീഗിൽ, പിന്നെ സൺഡേ സ്കൂള്,
അങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ വന്നതാണ്. ആ ഒരു പാതയിൽ നിന്ന് ഒരിക്കലും ഇന്നുവരെ ദൈവം അനുഗ്രഹിച്ച് മാറാനായിട്ട് ഇടവന്നിട്ടില്ല. അന്നും ചെറുപ്പം മുതലേ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മമ്മിയായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം. എൻ്റെ മമ്മി ആദ്യം കരിസ്മാറ്റിക്കിൽ, ആ കരിസ്മാറ്റിക് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 1970കളിൽ കരിസ്മാറ്റിക്കിൽ സജീവമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത് കണ്ടു വളരുകയും അതിലൂടെയാണ് ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനമായത്. അപ്പോൾ അത് പ്രതിസന്ധികളിലെല്ലാം വളരെയധികം താങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്നൊക്കെ പ്രതിസന്ധി വന്നിട്ടുണ്ടോ അന്നൊക്കെ നമ്മളെ താങ്ങിയതും നിലനിർത്തിയതും ഈ ദൈവവിശ്വാസവും ഈ പ്രസ്ഥാനങ്ങളുമാണ്. ദൈവാനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ഇന്ന് ചിലപ്പോൾ ടോമിനെ ഈ വേൾഡ് മിനിസ്ട്രിയിലായിരിക്കാനായിട്ട് ആക്കി തീർത്തിരിക്കുന്നത്. അത് തന്നെ, തീർച്ചയായിട്ടും ഒരുപാട് ദൈവാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിലും അതുപോലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാൾക്കാരുടെ അനുഭവങ്ങളും നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ മറ്റുള്ളവർക്ക് ഏത് മേഖലയിലായാലും, ജോലി മേഖലയിലായാലും ഇനി ആത്മീയ മേഖലയിലായാലും നമ്മൾ ഉൾക്കൊണ്ട ഊർജം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് തമ്പുരാൻ ഒരുപാട് ഉപകരണമാക്കി. അടുത്ത ആളിലേക്ക്. എൻ്റെ പേര് തോമസ് ജേക്കബ്, സോജൻ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജിൻസി. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൻ ജേക്കബ് തോമസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയത് മകളാണ് ഇസബൽ, 2 വയസ്സാണ് പ്രായം. വളരെ ഗ്യാപ്പുണ്ട് ഇവർ തമ്മിൽ. അതെ 11 വർഷത്തോളം ഗ്യാപ്പുണ്ട്. ഞങ്ങളിവിടെ കരാമയിൽ താമസിക്കുന്നു. നാട്ടിൽ ചനാശ്ശേരി അതിരൂപതയിൽ ഉള്ള പുളുങ്ങുന്ന് കണ്ണാടിയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ 8 മക്കളാണ്. 4 സഹോദരിമാരും 3 സഹോദരന്മാരും. എല്ലാവരും മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി. അടുത്ത ജ്യേഷ്ഠൻ നമ്മുടെ അജ്മാനിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു. വേറെ ജ്യേഷ്ഠൻ US-ലാണ്, ഒരു സിസ്റ്ററും US-ലാണ്. മറ്റ് 3 സിസ്റ്റേഴ്സ് നാട്ടിൽ ചനാശ്ശേരിയിലും ആലപ്പുഴയിലുമായിട്ട്. സോജൻ്റെ ജീവിതത്തിൽ സോജനെ ദൈവഭക്തിയിൽ അല്ലെങ്കിൽ വളരാനായിട്ടൊക്കെ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഞാൻ കടന്നു വരുന്ന ഒരു വളരെ ആത്മീയ അന്തരീക്ഷത്തിലൂടെയാണ്. ഞങ്ങളുടെ ഗ്രാമമാണെങ്കിലും ഞങ്ങളുടെ വീടാണെങ്കിലും, പ്രത്യേകിച്ച് എൻ്റെ ഫാദർ ചായൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങുകയാണ്. പ്രാർത്ഥന തുടങ്ങുകയെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കൂടാതെ നമ്മുടെ ഈ കുരിശിൻ്റെ വഴി, പഴയ കുരിശിൻ്റെ വഴി പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് തുടങ്ങും. അപ്പം ഒരു 9ാം സ്ഥലമൊക്കെ ആകുമ്പോൾ ഈശോ 3ാം പ്രാവശ്യവും വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളും തന്നെ എഴുന്നേറ്റ് പോകും. കാരണം വളരെ വളരെ ഇമോഷണലായിട്ട് വളരെ താതാത്മ്യം പ്രാപിച്ചാണ് നമുക്ക് അങ്ങ് എഴുന്നേക്കാൻ തോന്നുന്നത്. അതെ, നമ്മൾ അത് കഴിഞ്ഞ് ഞങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രഭാത പ്രാർത്ഥനയാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഞങ്ങൾ ആദ്യത്തെ കുർബാനയ്ക്ക് പോകണമെന്ന് വളരെ ചിട്ടയായ വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ആ ശീലം, ഞങ്ങളുടെ ചിട്ടയായ മാതാപിതാക്കൾ അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ ചാച്ചൻ പഠിപ്പിച്ച ആ ഒരു വഴിയാണ്. നിർബന്ധപൂർവ്വമാണ്. അന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയിരുന്നില്ലെങ്കിലും ഇന്ന് ജീവിതത്തിൽ അത് വളരെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഫാദർ വളരെ ഉറക്കെയാണ് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അപ്പോഴൊക്കെ ശകലം നമുക്കൊരു നാണക്കേട്, എല്ലാവരോടൊക്കെ ഉറക്കെ ചെല്ലുമ്പോഴത്തേക്ക് പള്ളിയിലൊക്കെ വെച്ച് എത്രയും നല്ല മാതാവ് എന്നൊക്കെ ഉറക്കെ ചെല്ലും ലാസ്റ്റ് ഒരു പ്രാർത്ഥനയും. അങ്ങനെ ഈയിടെ ഞാനൊരു വൈദികനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ തിയോളജി, ഇതിൻ്റെ ദൈവശാസ്ത്രം പറഞ്ഞു. അച്ഛൻ പറയുന്നതാണ്, നമ്മൾ ഉറക്കെ പറഞ്ഞാൽ ഈ ചില ഈവിൾ സ്പിരിറ്റൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് ചെയ്യണം, കൽപ്പനയാണ്. നമ്മൾ പതുക്കെ ഇപ്പം നമ്മൾ വചനം വായിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉറക്കെ ചെല്ലണം. ഞാൻ അതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ദൈവശാസ്ത്രം. അപ്പോൾ മാതാപിതാക്കളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഇത്രയും 3 പേരും സംസാരിക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മാതാപിതാക്കന്മാർക്ക് എത്രമാത്രം കുഞ്ഞുങ്ങളെ അവരെ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദൈവഭക്തി അവരെ പരിശീലിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, അല്ലേ? ഇനി അടുത്ത ആളിലേക്ക്. എൻ്റെ പേര് ജെസ്സിമോൾ. മിനിസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്, നഴ്സിംഗ് അഡ്മിനിലാണ്. 2 മക്കളുണ്ട്. നാട്ടിൽ താമരശ്ശേരി രൂപതയിൽ പുലിരാമ്പാറ ഇടവക മണ്ഡപത്തിൽ ജോയിയുടെ മേരിയുടെ മകളാണ്. എനിക്ക് 3 ആങ്ങളമാരുണ്ട്. അതിൽ 2 പേര്, മൂത്ത ചേട്ടായും 2ാമത്തെ ആങ്ങളെ ഇവിടെ തന്നെയുണ്ട്. ചേട്ടായി ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. 2ാമത്തെ ആളും അക്കൗണ്ട്സ് തന്നെയാണ്, ജബ്ലാലിൽ ജോലി ചെയ്യുന്നു. ഇളയ ആൾ അമ്മയും ചാച്ചനെ നോക്കി നാട്ടിലാണ്. എങ്ങനെയാണ് പിന്നെ വേർഡ് മിനിസ്ട്രിയിൽ വളരെ സജീവമാണ് ജെസ്സിമോൾ, എങ്ങനെ ഇതിലൊക്കെ ഇറങ്ങിത്തിരിക്കാനുള്ളൊരു പ്രചോദനം എന്താണ്? ചെറുപ്പത്തിലെന്ന് വെച്ചാൽ കുടുംബ പ്രാർത്ഥന പള്ളിയിൽ പോകുന്നതൊക്കെ മസ്റ്റായിരുന്നു. കാരണം നിർബന്ധമായിരുന്നു വീട്ടിൽ ആ സന്ധ്യാപ്രാർത്ഥന. അത് കഴിഞ്ഞിട്ടാണ് അത്താഴം.
പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൂള് പള്ളിയുടെ അടുത്തായിരുന്നു. അപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ നമുക്കെന്ന് വെച്ചാൽ അന്ന് 10 തൊട്ട് 4 മണി വരെയാണല്ലോ സ്കൂളിലെ ടൈം. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ബ്രേക്ക് സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് വേഗം ചോറുണ്ടിട്ട് പള്ളിയിലേക്ക് ഓടും. പള്ളിയിലേക്ക് ഓടി ഒന്ന് വിസിത്ത കഴിക്കും. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ മഠമുണ്ട്, മഠത്തിൽ ചാപ്പലുണ്ട്. അപ്പോൾ ഓടി മഠത്തിൻ്റെ ചാപ്പലിലൊന്ന് പോവും. എന്നിട്ട് ഓടി തിരിച്ച് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും 2 മണി ബെല്ലടിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊരു പ്രാക്ടീസ് ആയിരുന്നു. അതെ. ഇന്ന് പലർക്കും വിസിത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെന്ന് വരും. എന്താണ് ഈ വിസിത്ത? വിസിത്ത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നേരെ ചെന്ന് ഈശോയുമായിട്ട് ഒന്ന് കണ്ടൊന്ന് മിണ്ടി പോരുക എന്നുള്ളതാണ്. എൻ്റെ കർത്താവേ ഞാനിവിടെ ഉണ്ട്, അതെ, നിന്നെ കാണാൻ വന്നിരിക്കുന്നു. അതെ, അതാണ് വിസിത്ത. അതെ. ഈശോയെ ഒരു മുഖാമുഖം കാണാനുള്ള ഒരു ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും. കുറച്ചു നേരം അവനോടൊപ്പം ആയിരിക്കാനുള്ളൊരു ഇഷ്ടം വലിയൊരു കാര്യമാണ് അല്ലേ? ഇന്നത്തെ ഒരു തലമുറ ചെയ്യുന്നത്, മിക്ക തലമുറയിലെ ചെറിയ കുഞ്ഞുങ്ങൾ തുടങ്ങി ഇന്ന് ഫോണിന് വളരെ അഡിക്റ്റഡാണ്, അല്ലെങ്കിൽ അത് കാണണമെന്നുള്ള ഒരു ആഗ്രഹമാണ് മിക്ക കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ജെസിമോളുടെ ഒരു ബാല്യത്തിൻ്റെ ഒരു പ്രശസ്തി, കർത്താവിനെ കാണാനുള്ളൊരാഗ്രഹം. അത് തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് കിട്ടിയൊരു പരിശീലനത്തിൻ്റെ ഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ചാച്ചനോടും അമ്മച്ചിയോടും കടപ്പെട്ടിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം പരീക്ഷയൊക്കെ വരുവാണെങ്കിൽ ഇപ്പം അമ്മച്ചിയോട് പറയുകയാണെങ്കിൽ അമ്മച്ചി അന്നേരം മുതലേ കൊന്ത ചൊല്ലി തുടങ്ങും. ഇപ്പം രാത്രിയിലൊക്കെ ഞങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോഴാണെങ്കിലും അമ്മച്ചി കൊന്ത ചൊല്ലും. ഇപ്പം ഞങ്ങൾ വായിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാച്ചനാണെങ്കിലും നിർബന്ധമാണ്. ചാച്ചനിപ്പം പള്ളി കമ്മിറ്റി, അതുപോലെ പള്ളിയിലെ ബാക്കി കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും അച്ഛന്മാരുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും സജീവമായിട്ട് എപ്പോഴും ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഇതിലേ പോയാലും പള്ളിയിൽ ചെന്നാലും ചാച്ചനെ അവിടെ കാണാൻ പറ്റും. സ്കൂളിലാണെങ്കിലും കാണാം, അതിലൂടെ എല്ലാം എപ്പോഴും കാരണം സ്കൂളിലെ കൈക്കാരന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുടുംബത്തിൽ ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. ചാച്ചൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയുടെ വീട്ടിലാണെങ്കിലും ഒത്തിരിയും പേരുണ്ട്. ദൈവാനുഭവമുള്ള, ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ അമ്മച്ചി ചേമ്പളാനിക്കിലാണ്. അപ്പോൾ അമ്മച്ചിയുടെ ആങ്ങളയുണ്ട് കുര്യാക്കോസ് ചേമ്പളാൻ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ റിട്ടയർഡായി, 75 വയസ്സായി. അപ്പം അച്ഛന് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ ഇരിക്കുമ്പോഴും ഈ വചനം എക്സ്പ്ലെയിൻ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയാണ്. അപ്പം ഏതെങ്കിലും കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചാൽ പിന്നെ അച്ഛൻ അതേക്കുറിച്ച് കഥ പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കാതം നടക്കുക എന്നുള്ളത്, ഒരു കാതം കൂടെ ചെല്ലാൻ പറഞ്ഞ 2 കാതം എന്ന് പറയുമ്പം അച്ഛൻ അതിൻ്റെ ഒരു കഥ പറയായിരുന്നു. അന്നത്തെ കാലത്ത് സാധനങ്ങളൊക്കെ കൂടെ വരുമ്പോൾ ആരും കൂടെ നിൽക്കത്തില്ല, എല്ലാവരും ഓടുമായിരുന്നു എന്ന് പറയും. അപ്പം ഒരു കാതം കൂടെ ചെല്ലാൻ പറഞ്ഞാൽ തന്നെ ഇപ്പം ഈ 2 കാതം ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യനുമായിട്ട് നമുക്കൊരു ആത്മീയ ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മൈൽ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രമാത്രം നമ്മൾ പരസ്പരം സംസാരിക്കുകയോ അറിയുകയില്ല. ആ സമയം ഒരു മൈലും കൂടെ കൂടുതൽ ആ വ്യക്തിയുടെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ആത്മീയമായ ഒരു ബന്ധം അവിടെയാണ്. അപ്പം അങ്ങനെയുള്ള എക്സ്പ്ലനേഷനൊക്കെ അച്ഛൻ തരുമായിരുന്നു. ഇത് തന്നെയായിരിക്കാം ചിലപ്പോൾ ജെസിമോളെ ഈ വേർഡ് മിനിസ്ട്രിയിലോട്ട് തന്നെ ആകർഷിച്ചത്. ഇനി അടുത്ത ആളിലേക്ക് ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വർഗീസ് കൊടിയൻ. ഞാൻ തൃശ്ശൂർ രൂപതയിലെ വെണ്ടൂർ ഇടവക അംഗമാണ്. ഭാര്യ ഷാലി വർഗീസ് ദുബായിൽ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തവൾ അനു റോസ് വർഗീസ് +1 പഠിക്കുന്നു. മകൻ എബി ജോൺ വർഗീസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയാണ് ഇന്ന് വേർഡ് മിനിസ്ട്രിയിൽ വളരെ സജീവമാണ്, എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു ഊർജ്ജം എവിടെ നിന്നാണ് ലഭിച്ചത്? ഞാനിവിടെ 2005 ദുബായിൽ വരുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ ഇൻ്റർനാഷണൽ സിറ്റിയിലാണ്. ആ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ആദ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. കരിസ്മാറ്റിക് കൂട്ടായ്മയായിട്ട് 2005 ആ കൂട്ടായ്മ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിലെ ആദ്യകാല മെമ്പറായിട്ട് എനിക്കത് ജോയിൻ ചെയ്യാനും അവരുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ പ്രവാസികളാണ്, പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ പ്രവാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ? നിങ്ങളെല്ലാവരും തന്നെ വേർഡ് മിനിസ്ട്രിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അനേകരിലേക്ക് സുവിശേഷം എത്തിക്കാനായിട്ട് കർത്താവിൻ്റെ ഉപകരണങ്ങളാകുന്നവരാണ് നിങ്ങൾ. ഈ പ്രവാസ ജീവിതം നിങ്ങൾ എങ്ങനെ അതിന് മെനഞ്ഞെടുത്തു, അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ 21 വർഷമായി ഞങ്ങളിവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. വന്നപ്പോൾ മുതൽ തന്നെ നമ്മുടെ സെൻറ്റ് മേരീസ് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട്
എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഒരു മുടക്കം വരുത്താതെ തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് നമ്മുടെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ നേരെ എതിർവശത്ത. അപ്പോൾ രാവിലെ ഓടി വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകാനുള്ളൊരു വലിയ അനുഗ്രഹം കർത്താവ് തന്നു. അത് ഇന്നും മുടങ്ങാതെ തന്നെ രാവിലെ വന്ന് പള്ളിയിൽ പോയി എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ജോലിക്കായിട്ട് കടന്നു പോകുന്നു. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ പള്ളിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് കൂട്ടായ്മ പ്രാർത്ഥനകളിലേക്ക് കടന്നു ചെല്ലാൻ ദൈവം അനുവദിച്ചത്. കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ 15 വർഷത്തോളമായി കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ ഭാഗമായിട്ട്. അങ്ങനെ എൻ്റെ കൂട്ടായ്മ അൽഫോൻസ പ്രെയർ ഗ്രൂപ്പ് അൽഷാബ്, ആ കൂട്ടായ്മയിൽ 15 വർഷമായിട്ട് പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് സഹകരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോരുമ്പം ഇവിടെ ബന്ധുക്കളില്ല, അങ്ങനെ ഒരു വിഷമത്തോടെ കടന്നു വരുമ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരു ആത്മീയ സഹോദരങ്ങളുമായിട്ട് യോജിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരാൾക്കൊരു വേദന വരുമ്പോൾ ഒരു കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉത്തരം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ തിരുനാളം നമുക്ക് ആഴപ്പെടുന്നു. അത് പലരിലേക്ക് പടർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. അങ്ങനെ കർത്താവ് ആ കൂട്ടായ്മ പ്രാർത്ഥനകളിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വ്യക്തി ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. ടീച്ചർ ഇങ്ങനെ പറയായിരുന്നു, ഞങ്ങൾക്ക് കുട്ടികളില്ല, കുഞ്ഞുങ്ങളില്ല എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ അതിങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ് അതിനെ ആ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്? ആദ്യകാലത്ത് അത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കർത്താവിന് ഞാനതിന് മഹത്വം കൊടുക്കുന്നു. കാരണം കർത്താവ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിനാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അപ്പം എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമേ അല്ല കർത്താവ് എനിക്ക് തന്നത്. പക്ഷെ അത് ഞാനിപ്പം വിശ്വസിക്കുന്നു, അത് കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആരോ എങ്കിലും എന്നോട് വന്ന് മക്കളില്ലേന്ന് ചോദിച്ചാൽ അതിനെ ഒരു ചിരിക്കുന്ന മുഖത്തോടെ അഭിമുഖീകരിക്കാൻ, ഏത് വേദനയും അതെൻ്റെ കർത്താവ് അറിയാതെ എനിക്ക് ലഭിക്കില്ല. ആ ഒരു പ്രതിസന്ധിയിലൂടെ എന്നെ കടത്തിവിടുമ്പം കർത്താവിന് എന്നെക്കുറിച്ച് മറ്റെന്തോ പ്ലാനുണ്ട്. അത് വിശ്വസിച്ച് അതിനോട് സഹകരിക്കാനുള്ള കൃപ കർത്താവ് കരുണ ചുരിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നു. തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം കർത്താവിന് വേണ്ടി നടക്കാനായിട്ട് ഭാര്യയും ഭർത്താവിനെയും ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടീച്ചിങ് ജോലി ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നൊരു ജോലിയല്ല. പക്ഷേ കർത്താവ് ഓരോ വർഷവും 10ഉം 100ഉം കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി തന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അന്ന് കർത്താവിന് അറിയായിരിക്കും പദ്ധതി പ്രകാരം നിനക്ക് കുഞ്ഞുങ്ങളെ ഞാൻ തരത്തില്ല, പക്ഷേ നിനക്ക് വേറെ ഒരുപാട് കുഞ്ഞുങ്ങളെ കർത്താവ് ഓരോ വർഷവും 100 പിള്ളേരെ വീതം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ എത്ര വർഷമായി ടീച്ചിങ്ങില്? ഞാൻ 97-ലാണ് ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. 21 വർഷമായി. 21 വർഷം എത്രയോ കുഞ്ഞുങ്ങൾ സ്വന്തം കൈകളിലൂടെയും ഹൃദയത്തിലൂടെയും കടന്നുപോയി. പിന്നെ കുട്ടികളാണെങ്കിലും നമ്മളുമായിട്ട് എപ്പോഴും മിക്കവാറും ഒരു വ്യക്തിബന്ധം അവർ പലരും സ്ഥാപിക്കാറുണ്ട്. പിന്നെ അവർക്കൊരു പരീക്ഷ വരുമ്പോൾ അവരിപ്പോഴൊക്കെ നമുക്ക് ഈ നെറ്റിനൊക്കെ സൗകര്യമുള്ളതുകൊണ്ട് വാട്സപ്പിൽ അവർ മെസ്സേജ് അയക്കും, ഞങ്ങൾക്കിന്ന് പരീക്ഷ മാം പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. അവരെന്നും നമ്മളെ ഓർക്കുന്നു, അവരുടെ പരീക്ഷകളിൽ നമ്മുടെ പ്രാർത്ഥന അവരെ യാചിക്കുന്നു. അതിനർത്ഥം ടീച്ചറിൽ അവർ എന്തോ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട്. എല്ലാവരോടും പ്രാർത്ഥന സഹായം അവർ ചോദിക്കില്ല. ചിലപ്പം അവർക്ക് തോന്നിയിട്ടുണ്ടാവും, കർത്താവ് അനുവദിച്ചിട്ടുണ്ടാവും. കാരണം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. ക്ലാസ് ടീച്ചറായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി കണ്ട് അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ തിരുത്തി, അത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല, അതെൻ്റെ ഡ്യൂട്ടിയാണ്. കർത്താവ് എന്നോട് ചോദിക്കുമ്പം ഞാനതിന് ഉത്തരം കൊടുക്കേണ്ടവളാണ് എന്നുള്ളൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്യുമ്പോൾ ഞാനത് മുഖം നോക്കാതെ തന്നെ അത് തിരുത്താറുണ്ട്. അല്ല, ഇന്ന് ചിലപ്പോൾ അവർക്കതൊരു വേദനാജനകമാണെങ്കിലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും പിന്നീട് അവർ കാണാൻ വേണ്ടി തിരിച്ച് വരുമ്പോഴത്തേക്ക് അവർ പറയാറുണ്ട്, മാം അന്ന് അത് പറഞ്ഞത് പിന്നീട് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത്. പിന്നെ അവർ 12 വരെയുള്ള നമ്മുടെ സംരക്ഷണത്തിൽ, പിന്നെ അവർ തുടർന്നൊരു വേറൊരു ലോകത്തിലേക്ക് കടന്നു പോവുക. അന്ന് അവർക്ക് ആ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലായി എന്ന് പിന്നെ വന്നത് അവർ പറയാറുണ്ട്. ആ ഒരു പറച്ചിലാണ് പിന്നീടുള്ള വർഷങ്ങളും അത് ചെയ്യാൻ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ബിന്ദു ടീച്ചറുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും വളരെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ തന്നെ, അല്ലെങ്കിൽ ഒരു വളരെയധികം പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളത്.
മക്കളില്ലാത്ത കാര്യം തന്നെ ടീച്ചർ പറയുമ്പോഴും പറയായിരുന്നു, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. അപ്പം നിരാശയിലേക്ക് കടന്നു പോകാനായിട്ട് വളരെയധികം ചാൻസുകളുണ്ട് എനിക്ക് മക്കളില്ലല്ലോ എന്നോർത്ത്. പക്ഷെ അതിനെപ്പോലും പോസിറ്റീവായിട്ട് കാണുന്ന ആ ഒരു കാഴ്ചപ്പാട്, അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ദൈവത്തിന് സാക്ഷിയാകുകയാണ് ഇവിടെ ഇവർ. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു. തെറ്റാണെങ്കിൽ മുഖത്ത് നോക്കി പറയാനുള്ളൊരു ധൈര്യം, അത് വലിയൊരു കഴിവാണ്. എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ ടീച്ചർ എടുക്കുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം അതിനെ വളരെയധികം അനുഗ്രഹിക്കും. ടീച്ചർ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും എവിടെയായിരുന്നാലും. ടോമും കുറേ വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതത്തിലാണ് അല്ലേ? ഒന്ന് പങ്കുവയ്ക്കാമോ, എങ്ങനെയാണ് ഈ പ്രവാസ ജീവിതത്തെ നോക്കിക്കാണുന്നത്? ഞാൻ 1991 പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ക്രിസ്തീയ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയിരുന്നത്. എങ്ങനെയോ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒരേ മനസ്സോടെയുള്ള 1-2 വ്യക്തികളെ കണ്ടെത്താനും ആ ദേശത്ത് വളരെ രഹസ്യമായിട്ട് ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങാനും ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ മിസ്സിങ് എന്ന് പറയുന്നത് ദിവ്യബലിയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഈ കൂട്ടായ്മ, ഇത് ഞങ്ങൾക്ക് ആ ദേശത്തൊരു വലിയ ശക്തിയായിരുന്നു. അനുദിനം ഈ കൂട്ടായ്മയിലേക്ക് ഒരുപാട് ആൾക്കാർ കടന്നു വരാനും വളരെ മനോഹരമായിട്ട് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടുള്ള വലിയ അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് അവിടെ നൽകി. അവിടെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചിരുന്നത് പോലെ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്നിച്ചു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും തമ്പുരാൻ്റെ മുന്നിൽ വലിയ വിടുതലും സൗഖ്യവും തമ്പുരാൻ്റെ വലിയ ഇടപെടലും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കാണാനായിട്ട് ഞങ്ങൾക്ക് അവിടെ സാധിച്ചു. 1999 ഞാൻ UAE വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരിക്കൽ വിസിറ്റിൽ ഈ ദേശത്ത് വരാനായിട്ടിടയായി. അന്ന് ഞാൻ ഒരുപാട് നാൾ മിസ് ചെയ്ത ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായി. ഞാൻ ദുബായ് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ കുർബാന തുടങ്ങുന്ന സമയം മുതൽ തീരുന്ന സമയം വരെ എനിക്ക് എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. ആ കുർബാനയിൽ പങ്കെടുക്കാൻ കിട്ടിയ ആ വലിയൊരു സന്തോഷം, ഒരു ആത്മീയ സന്തോഷം. തീർച്ചയായിട്ടും 1999 മുതൽ ഈ ദേശത്ത് എൻ്റെ ജീവിത പങ്കാളിയും മക്കളുമായിട്ട് സെൻറ്റ് മേരീസ് ദേവാലയത്തോട് ചേർന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളോട് ചേർന്ന് ഇവിടെ ജീവിക്കാനായിട്ട് ഇടവന്നു. ടോമിനോട് ഇനിയും വളരെയധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ടോമിനോട് മാത്രമല്ല, എല്ലാ അംഗങ്ങളോടും ഇനിയും വളരെ കാര്യങ്ങൾ ചോദിക്കാനും പ്രേക്ഷകരോട് നിങ്ങൾക്ക് അനേകം കാര്യങ്ങൾ പറയാനുമുണ്ട്. പക്ഷേ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് തുടർന്ന് പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം. നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, എപ്പോഴും മരണനേരവും.
സന്ദേശം കേട്ടു നീ ഇതാ കർത്താവിൻ ദാസിയെന്നു ചൊല്ലി. ദൂതന്റെ സന്ദേശം കേട്ടു നീ ഇതാ കർത്താവിൻ ദാസിയെന്നു ചൊല്ലി. രക്ഷാചരിത്രം സമാഗതമായി രക്ഷകൻ ഈ മണ്ണിൽ ആഗതനായി. രക്ഷാചരിത്രം സമാഗതമായി രക്ഷകൻ ഈ മണ്ണിൽ ആഗതനായി. കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീത. നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എപ്പോഴും മരണനേരവും. പിതാവിന്റെ സ്നേഹപുത്രീ നീ, പുത്രന്റെ അമ്മയും നീ. പിതാവിന്റെ സ്നേഹപുത്രി നീ, പുത്രന്റെ അമ്മയും നീ. പരിശുദ്ധ റൂഹാതൻ പ്രിയസി അമലേ ത്രിത്വത്തിൻ സാന്നിധ്യം നിറഞ്ഞവളേ. പരിശുദ്ധ റൂഹാതൻ പ്രേയസിയമലേ ത്രിത്വത്തിൻ സാന്നിധ്യം നിറഞ്ഞവളേ. കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീത.